നാഥന്റെ ഇണക്കുരുവികൾ ഭാഗം 21. വളരെ ആവേശപുലരിയിലാണ് ഇന്ന് ആ വീട്ടില്. കുട്ടികളൊക്കെ വലിയ സന്തോഷത്തിലാ. ഉമ്മാമയും ഉപ്പാപ്പയും ഉംറക്ക് പോവുകയാണ്. വരുമ്പോ ഒരുപാട് മിഠായി കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. സാലിയും ഭാര്യയും നേരത്തെ എണീറ്റ് തുടങ്ങിയ പണിയിലാണ്. എല്ലാം റെഡിയാക്കി വെക്കണം. ഉമ്മയും ഉപ്പയും പോവുകയല്ലേ. 8 മണിക്ക് എയർപോർട്ടിലെത്തണം. സഫയും മക്കളും ഇന്നലെ തന്നെ എത്തിയിട്ടുണ്ട്. ആകെ ഒച്ചയും ബഹളവും. താഴത്തെ നിലയിൽ അങ്ങേയറ്റത്തെ റൂമിൽ ഇന്ന് ഒരുപാട് നേരത്തെ വെളിച്ചം പറഞ്ഞിട്ടുണ്ട്. തഹജ്ജുദും സുബഹിയും ഒക്കെ കഴിഞ്ഞു. കട്ടിലിരിക്കുകയാണ് രണ്ടുപേരും. കയ്യില് സ്വലാത്ത് കൊണ്ട് ചലിച്ചുകൊണ്ടേയിരിക്കുന്നു. ഹനു, എന്താ ഇക്ക? സ്വലാത്ത് ചൊല്ലി ചൊല്ലി തളർന്നവരായിട്ടാവണം ഹബീബിന്റെ അടുത്തേക്ക് നമ്മൾ എത്തുന്നത്. ഹബീബ് സല്ലല്ലാഹു അലൈഹി തങ്ങളുടെ പരിഗണന നമുക്ക് വേണ്ടേ ഇക്ക? ഹബീബ് സല്ലല്ലാഹു അലൈഹി തങ്ങള് നമ്മളെ പരിഗണിക്കോ? ഹബീബ് സല്ലല്ലാഹു അലൈഹി തങ്ങൾക്ക് വേണ്ടി ഒരു ത്യാഗവും സഹിക്കാത്ത നമ്മളെ ഹബീബ് സല്ലല്ലാഹു അലൈഹി തങ്ങള് തിരിഞ്ഞു നോക്കുവോ? ഇക്ക, ഈ പോക്കിനെങ്കിലും അവിടെ തന്നെ കൂടാനുള്ള വിധി നമുക്കുണ്ടാവുമോ? ജന്നത്തുൽ ബഖയെ കണ്ടു പോരാന് ഞാനില്ല ഇക്ക. ഇനിയും ആ മണ്ണിനെ വിട്ടു പോരുന്നത് എനിക്ക് ഓർക്കാനേ പറ്റുന്നില്ല. കൊച്ചുകുട്ടികളെ പോലെ ആശയിലേക്ക് ചേർന്നിരുന്ന് ഹനു വിതുമ്പി. എന്റെ ഹനു, നമ്മുടെ എല്ലാ ആഗ്രഹവും നാഥന് സഫലീകരിക്കും. ഹബീബിന്റെ ചാരെ 6 അടി മണ്ണ് കൊതിക്കാത്തവർ ആരാ ഉള്ളത് ഹനു? എന്നാലും ഇക്ക, അവിടെ 6 അടി മണ്ണ് കിട്ടിയ എത്രയോ ഭാഗ്യവന്മാരുണ്ട്. അവരുടെയൊക്കെ ഭാഗ്യം എത്ര വലുതാ. ഹബീബ് സല്ലല്ലാഹു അലൈഹി തങ്ങളുടെ ചാരയല്ലേ ആ കിടത്തും. ഹബീബ് സല്ലല്ലാഹു അലൈഹി തങ്ങൾ നടന്ന മണ്ണിലല്ലേ ചേർന്ന് കിടക്കുന്നത്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തലോടുന്ന മന്ദമാരുതൻ അവരെയും കുളിരണിയിപ്പിക്കുന്നില്ലേ ഇക്ക? നമുക്കും അവിടെ ഒരു ഫക്കീറായി ജീവിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ. ഹനു വീണ്ടും വിതുമ്പിക്കൊണ്ടേയിരുന്നു. ഹനു, നിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി തങ്ങളോട് ഈ ഇക്കാനെ ഒന്ന് പരിഗണിക്കാൻ പറയണട്ടോ. എന്താ ഇക്ക, നിങ്ങള് എന്നെ കളിയാക്കുകയാണോ? എന്നെക്കാളും ഹബീബ് സല്ലല്ലാഹു അലൈഹി തങ്ങളോട് അടുപ്പം നിങ്ങൾക്കല്ലേ? നിങ്ങൾ പറയില്ലേ തങ്ങളോട് ഈ പാപിയായ എന്റെ ഹനുവിനെ ഒന്ന് തിരിഞ്ഞു നോക്കണമെന്ന്? അങ്ങനെ നേരം പുലർന്നു. പള്ളിയിൽ ഉസ്താദ് വന്നിട്ടുണ്ട് ദുആ ചെയ്യാന്. ചായ കുടിയെല്ലാം കഴിഞ്ഞ് ഹനയും ആശയും ഉദു എടുത്ത് 2 റക്അത്ത് നിസ്കരിച്ച് ഇറങ്ങാനൊരുങ്ങയാണ്. വല്ലാത്തൊരു യാത്ര, എന്തെന്നില്ലാത്ത അനുഭൂതി. ഒരുപാട് ആഗ്രഹങ്ങൾ പേറിക്കൊണ്ടുള്ളൊരു യാത്ര. ഒരിക്കലും തിരിച്ചു വരരുതേ എന്ന് ഇരുമനവും കേഴുന്ന പോലെ. അതെ, എല്ലാമായ കരളിന്റെ കഷ്ണമായ പ്രണയനായകനായ ആയുസ്സിൽ ഓരോ നിമിഷം ഹൃദയത്തിലിട്ടിലാളിക്കുന്ന മുത്തു ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക് പോവുകയാണ്. തിടുക്കത്തിൽ എല്ലാവരോടും സലാം പറയുകയാണ്. ഉമ്മ, കുട്ടികൾക്ക് മിഠായി വാങ്ങിക്കൊടുക്കുമ്പോ എന്നെ മറക്കരുത് കേട്ടോ. സാലിയുടെ വർത്താനം കേട്ട് ഹനൊന്ന് ചിരിച്ചു. സഫു, ഞങ്ങൾ പോയി വരട്ടെട്ടോ. ഒക്കെ റാഹത്തിലാവാൻ വേണ്ടി നിങ്ങളൊക്കെ ദുആ ചെയ്യട്ടോ. അങ്ങനെ യാത്ര പറഞ്ഞ് പുറത്തിറങ്ങി. എല്ലായിടത്തും ഒരുപാട് സമയം കാത്തിരിക്കുന്നത് പോലെ അവർക്ക് തോന്നി. വിമാനത്തിൽ നേരം വൈകിയേക്ക. എത്ര നേരമായി ഈ ഇരുത്തം? ഹനു, ഇനി വിമാനത്തിൽ കയറിയാൽ തന്നെ എത്ര നേരം ഇരിക്കണം? 2 പേരുടെയും ഹൃദയം വല്ലാതെ തിരക്ക് കൂട്ടി. പെട്ടെന്ന് അവിടെ എത്തണം. ഉംറ കഴിഞ്ഞിട്ടാണ് മദീനത്തേക്ക് പോകുന്നത്. കൂടെ ഒരുപാട് ആളുകളുണ്ട്. അവരെ പോലെ പ്രായമായവരും ചെറുപ്പക്കാരും, അങ്ങനെ ഒരുപാട് ആളുകൾ. അവരെ പോലെ എപ്പോഴും കൈകൾ കോർത്തിണക്കി നടക്കുന്നവര് ആ ആൾക്കൂട്ടത്തില് വേറെയില്ല. അവർക്കിടയിലൊക്കെ ഒരു സംസാരമായിരുന്നു ആ വൃദ്ധ ദമ്പതിമാരുടെ സ്നേഹപ്രകടനം. സ്നേഹം പ്രായത്തിന് മുന്നിൽ കീഴടങ്ങില്ലെന്ന് പലരും അവരെ കാണുമ്പോൾ ഓർത്തുപോയി. അങ്ങനെ ദിവസങ്ങൾ കഴിയുന്നു. എണ്ണിക്കണക്കാക്കിയ 15 ദിവസത്തിലെ ഏതാനും ദിവസങ്ങളെ ഇനി ബാക്കിയുള്ളൂ. ഇന്ന് മദീനത്ത് പോവുകയാണ്. 4 വരി പാതയിലൂടെ ആ വലിയ ബസ് മദീന ലക്ഷ്യമാക്കി പായുകയാണ്. പലരും വർത്തമാനത്തിലും വിശേഷങ്ങൾ പറയുന്ന തിരക്കിലൊക്കെയാണ്. ഹനയും ആശയും ഒന്നും മിണ്ടുന്നില്ല. 2 കൈകളും കോർത്തി പിടിച്ചിരിക്കുന്നു. വലത് കൈയില് സ്വലാത്ത് കൗണ്ടർ ചലിച്ചുകൊണ്ടേയിരിക്കുന്നു. എന്തൊക്കെയോ ഓർത്തിട്ടെന്ന പോലെ കവിളിലൂടെ വേനീറൊറ്റി വീഴുന്നു. ഹന നിക്കാബിനുള്ളിലൂടെ ഇടയ്ക്കിടയ്ക്ക് കണ്ണ് തുടക്കുന്നുണ്ട്. ഇക്ക, എന്താ ഹനു? ജീവിതത്തിൽ വിജയിച്ചവരെന്ന് പറയുന്ന ആളുകളില്ലേ ഇക്ക, അവരാരാണ്? ഹനു, അള്ളാനെ ഭയന്ന് അവന്റെ റസൂലിനെ അങ്ങേയറ്റം സ്നേഹിച്ച് ദീനും ഇസ്ലാമും മുറുകെ പിടിച്ച് എപ്പോഴും ആഖിറ വിജയം സ്വപ്നം കണ്ട് ജീവിച്ചവരാണ്. ജീവിതത്തിൽ
വിജയിച്ചവരെന്ന് പറയുന്നത്. അവരാണ് ഏറ്റവും വലിയ വിജയികള്. ഹനു, ദുനിയാവിലും ആഖിറത്തിലും വിജയം അവർക്കുള്ളതാ. ഇക്ക, നമ്മൾ അവരിൽ പെടുവോ? നമ്മൾ വിജയിക്കുവോ? ഹനു, അത് തന്നെയാ നിന്റെ ഇക്കാക്കും ഉള്ള പേടി. എപ്പോ വേണമെങ്കിലും മരണം വരാമെന്ന പ്രായത്തിലേക്ക് എത്തിയല്ലോ. ഒരുപാട് കാലം ജീവിച്ചു, ആഖിറത്തിലേക്ക് വേണ്ടി ഒന്നുമില്ല എന്ന തോന്നലാണ് ഹനു. ആകെയുള്ളൊരു പ്രതീക്ഷ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാത്രമാണ്. തങ്ങളെ കണ്ട കണ്ണുണ്ടെങ്കിലും ആ തിരുവജഹ് പതിഞ്ഞ ഹൃദയം നമുക്കുണ്ടെങ്കിലും നാളെ തങ്ങളൊരു ശഫാഅത്ത് കിട്ടിയില്ലെങ്കിൽ നമ്മളൊക്കെ പരാജയപ്പെട്ടു പോകും ഹനു. ഹനയുടെ തോളിലേക്ക് തല ചാരി ആശി വിതുമ്പി. റബ്ബേ, ഇരുലോക വിജയികളിൽ ഞങ്ങൾ ചേർക്കണേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം ഇക്കാന്റെ കൈയും പിടിച്ച് ജന്നാത്തിലേക്ക് അണയാൻ അർഹതയില്ലെങ്കിലും വിധിയേകണേ റബ്ബേ. ഹനയുടെ തോളില് തല വെച്ച് ആശി പതിയെ ഒന്ന് മയങ്ങിപ്പോയി. ഒരു കൈകൊണ്ട് ആ വെളുത്ത മുടികൾക്കിടയിലൂടെ ഹന തന്റെ കറുത്ത കയ്യുറ ഇട്ട കൈകൊണ്ട് തലോടിക്കൊണ്ടേയിരുന്നു. അൽഹംദുലില്ലാ, എനിക്ക് ഈ ദുനിയാവിൽ നീ തന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് എന്റെ ഇക്ക. എന്റെ ഇക്കാനെ നീ ഒരിക്കലും വിഷമിപ്പിക്കലല്ലാ. ബസ്സിന് വേഗത കുറഞ്ഞു. പതിയെ ബസ് ഒരു ഭാഗത്തേക്ക് സൈഡാക്കി. പുറത്തിറങ്ങാൻ ആളുകൾ തിക്കും തിരക്കും കൂട്ടുന്നു. എല്ലാവർക്കും ആ പച്ചക്കുപ്പ കാണാനുള്ള തിടുക്കം. ചേർത്ത് പിടിച്ച കൈകളാല് ഹനയും ആശയും ഇറങ്ങി. ഇൻഷാ അല്ലാഹ് കഥയുടെ അവസാന ഭാഗം വരും ദിവസം നിങ്ങൾക്ക് കേൾക്കാം. കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. അതുപോലെ കഥയുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.